ഇനി കുറച്ച് കാര്യം പറയാനുണ്ട്. എത്രയോ അടുത്ത വീഡിയോ വരുമ്പോ ഈ പേരെങ്ങനെ തലകുത്തി അല്ല ഇവിടെ എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം. എന്തുകൊണ്ടൊക്കെയാണ് ഓൻ്റെയും വലിയ സൈക്കിൾ മേലെ ഓൻ നടക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളെ എന്താ പറയുക പൂരം തുടങ്ങുകയാണ്. എന്താ കാര്യം എന്നല്ലേ ഇതാക്കണേ, തലാട്ടിക്കണുണ്ടല്ലേ. ഇതേമാതിരി കുറച്ച് പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഓർഡർ തുടങ്ങി ഇതാക്കണ ഒരാളവിടെ ഉണ്ടല്ലേ. അപ്പം സംഭവം വേറൊന്നുമല്ല, നമ്മളെ അതൊക്കെ തീർത്തോ. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്താ വൈബ് അല്ലേ ജെൻസു? വെക്കേഷൻ തുടങ്ങി. അപ്പം വേറെ ഒന്നുമല്ല, നമ്മളെ സ്കൂളിൻ്റെ വെക്കേഷൻ ആയില്ലേ ഇത്. നാളെ എന്തോ ഒരു സംഭവം സെൻഡ് ഓഫ് ഉണ്ട്. അപ്പം ഇവർ ഫുള്ള് ഇനി ഇവിടെ ഉണ്ടാവും. ഇനി നമുക്ക് എന്താ പറയുക ഫുൾ വീഡിയോ കാര്യങ്ങളായിട്ട് അല്ലേ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൻ്റെ ശേഷം ഞാൻ ഉള്ള വീഡിയോ ഇത് കാണിച്ചു തരാം ഞാൻ ലാസ്റ്റ് ആട്ടോ. അതായത് സ്കൂൾ തുറക്കാൻ സമയത്ത് ഞാൻ ചിലപ്പോൾ കാണിച്ചു തരും. അപ്പോൾ അതാക്കണേ ഇപ്പം നമ്മൾ വീട് നിൽക്കുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ. ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം വീട് പണിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഈ കുട്ടികളൊക്കെ പാടെ ഇവിടെ നരനായാട്ടയിക്കാരം. നരനായാട്ടിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഒരു സൈക്കിൾ ഇതാക്കണേ അവിടെ സൈഡാക്കി കിടക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല എന്താക്കണം എന്നുള്ളത്. ഒരു ബൈക്ക് ഉണ്ട്, അതിനത് കൊണ്ടുപോയി കേടെടുത്തി മൊത്തം അതിൻ്റെ എഞ്ചിന് പൊട്ടിച്ച്. ആ കാക്ക വലിച്ചു പൊട്ടിച്ചോന്നല്ലേ, അത് ഇന്നാള് തള്ളിയിട്ടാണ് പൊട്ടിച്ചതാ. ഓവർ സ്പീഡായി പോയിട്ടാണത്. അങ്ങനൊന്നല്ല, പിന്നെ എങ്ങനെയാ ഇറക്കത്ത് യാത്ര ഇറക്കത്ത് മറ്റേ കുറച്ചേരം ഇങ്ങനെ മറ്റേ ഒച്ചയുടെ പോയിട്ട് പിന്നെ ഒച്ച അങ്ങനെ അറിയാൻ കാക്കാരണല്ലോ അവിടെ നിന്ന് സ്റ്റാർട്ടാക്കിയപ്പോ അതിന്റെ ഉള്ളിൽ മൊത്തം പൊട്ടിയാണ് നെഞ്ചിന്റെ. അത് നന്നാക്കണം, അല്ലെങ്കിൽ പുതിയ ബൈക്ക് വാങ്ങിയ. അയ്യടാ, എനിക്കെന്താ പറയാനുള്ളത്? സ്കൂൾ വെക്കേഷനിൽ എനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഉറപ്പല്ല ഒന്നും പറയല്ല. നീ എനിക്കെന്താ പറയാനുള്ളത്? ഒക്കെ ഒന്നും പറയല്ല. വയ്യ എല്ലാരും എല്ലാം പറയാം. എനിക്കെന്താ പറയാനുള്ളത്? ഒന്നും പറയല്ലേ, ഉറപ്പല്ലേ? ഇൻഷാ അല്ലാ എവിടേക്കെങ്കിലും കൊണ്ടുപോകും. ഇനി നമ്മളെ ഷെൻസുണ്ട് ഇവിടെ, ഓക്കെ എന്താ പറയാനുള്ളത് ചോദിച്ചു നോക്കാം നമുക്ക്. എനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ലേ? എന്തിന് സ്കൂളില്ലാഞ്ഞിട്ടാ? അപ്പൊ സ്കൂൾ പോകണ നോളോളിച്ചിനോ? ആരൊക്കെ? സ്കൂളത്തെ ക്ലാസ് കുട്ടികളോ? ഇവളും ഇതും ഒരു ക്ലാസ്സിലാണ് കേട്ടോ. സ്കൂളിൽ രണ്ടാളും അല്ലേ? രണ്ടാളൊരു ക്ലാസ്സിലല്ലേ? രണ്ടാളൊരു ക്ലാസ്സിലാണ്. പിന്നെ ഇവളെ മൂത്താപ്പാൻ്റെ കുട്ടിയാണ് ഇതും അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാവും ഇതിലേക്ക്. ഇനി വേറെയും കുറച്ച് കുട്ടികൾ വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഒരു കുട്ടിപ്പട്ടാളം കൊണ്ടുള്ളൊരു കളിയൊക്കെ അറിഞ്ഞൂടെ അല്ലേ? അല്ലേ? അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെ കാണും. അല്ല ഇവിടെ എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം. ഉത്സവക്കാരെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അള്ളാഹുവാലോ, എന്തായാലും നോക്കാം അല്ലേ. അപ്പം ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഉണ്ടോ, കുറച്ചൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ. അല്ല ആണോ, ഇതേമാതിരി മാങ്ങ, അതേപോലെ ഗേറ്റിങ്ങിൽ ഇങ്ങനത്തെ മാങ്ങകളൊക്കെ പറിക്കുക. എന്നിട്ട് എന്താ പറയുക ഉപ്പിലിടുക. അല്ല നിങ്ങൾക്ക് വേറൊരു മാങ്ങ കാണിച്ചു തരാം കേട്ടോ. ഇത് ഭയങ്കര രസമായല്ലോ ഇവിടെ. അതൊക്കെയാണ് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നാൽ ഞാൻ ആരെയും വന്ന് പറിച്ചു പോകുമെന്നുള്ളതാവല്ലോ. അപ്പം ഇനി ഇതൊക്കെ പാടെ എന്താ കാട്ടിയത്? ഇത് ഈ മാങ്ങ, ആ മാങ്ങ എന്താ കാട്ടിയത്? ഇപ്പോൾ നമ്മൾ തിന്ന മാങ്ങ എന്താ കാട്ടി? ഉപ്പിലിട്ടാണ്ട് അല്ല, ഉപ്പും മുളകും വെളിച്ചെണ്ണ
ആ കുരുമുളകും എന്തൊക്കെയാ പറഞ്ഞ അതിലിട്ട് എന്തൊക്കെയാ പറഞ്ഞെടുത്താ? കുരുമുളക്, ഉപ്പ്, കുരുമുളക്, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ. മാങ്ങ പോത്തിനെയോ? എങ്ങനെയുണ്ട്? ആരുണ്ടാക്കിയെന്ന്? ഐതുവിൻ്റെ അമ്മമ്മ. അപ്പം ഇനി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനിയും വരും അല്ലേ ഇതോ? ഇത് ഇതുണ്ടാക്കിയാണ് ഓൻ്റെയും വലിയ സൈക്കിൾ മേലെ ഓൻ നടക്കുന്നത്. ഇനി കുറച്ച് കാര്യം പറയണ്ടേ? എത്രയാ ഞങ്ങൾ ഈ വെക്കേഷനിൽ ഞങ്ങൾ എല്ലാരും എവിടേക്കും ടൂർ കൊണ്ടുപോകണം. ഞാൻ ചോദിക്കട്ടെ, വെക്കേഷനിൽ എനിക്ക് എവിടേക്ക് പോകാനാണ് ആഗ്രഹം? എനിക്കോ മൈക്ക് ഞാൻ പിടിച്ചോളാം. എവിടേക്കാ പോവാ? ഓലോട് ചോദിച്ചു. ഏതൊരു റിസോർട്ട് പോയത്? വയനാട് റിസോർട്ട് പോയാ. ഓക്കെ, നഞ്ചിഞ്ച് മാറിക്ക്. എനിക്ക് കൊടുക്കാൻ പോണ്ടേ? ഏതെങ്കിലും ഒരു പാർക്ക് പോയാ. ഏതെങ്കിലും ഒരു പാർക്കൊക്കെ. എനിക്കോ? റിസോർട്ട്. ഏതെങ്കിലും ഒരു റിസോർട്ട്. അപ്പോൾ റിസോർട്ടിനാണ് ഇപ്പോൾ മാർക്ക് 2 കേട്ടോ. എനിക്കോ? റിസോർട്ട്. എനിക്കോ? വാട്ടർ പാർക്ക്. അപ്പം ഇതിൽ ഭൂരിപക്ഷം റിസോർട്ടാണ്. സെൻസുവിന് റിസോർട്ടല്ലേ? എനിക്ക് റിസോർട്ടാ? ഓന് റിസോർട്ടാ? എനിക്ക് റിസോർട്ടാ? ഇതൊക്കെ മാത്രം പാർക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 സ്ഥലത്തേക്കും പോകാൻ പറ്റുമോ നോക്കാം. എങ്ങനെയുണ്ട്? റിസോർട്ടുക്കും പാർക്കും. ഓക്കെ അല്ലേ? അത് നോക്കാം. നമുക്ക് ഡേറ്റ് നമുക്ക് പറയാം. ബല ഇന്നെ കൊണ്ട് ഇത് എഴുതി ഒപ്പിട്ട് വാങ്ങുമെന്ന് വെച്ച് തോന്നുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഉറപ്പിക്കല്ലേ? നമ്മളിഞ്ഞ് ഡെയിലി മദർസ് 9 ദിവസം. എത്ര ദിവസം കൂട്ടണേ? 9 ദിവസം മദർസ് കൂട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പോകും. ഓക്കെ കേട്ടോ? മദർസ് കൂട്ടണം. ഓക്കെ, മദർസ് കൂട്ടണേ പോകുള്ളൂ കേട്ടോ. ആ മദർസ് ലീവാക്കാം അല്ലേ? ഓ കള്ളത്തരം കാട്ടാനാണിത്. ഓക്കെ, അപ്പം എന്നും നമ്മൾ ഇനി വീഡിയോ എടുക്കണം കേട്ടോ. എന്നും നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യണം. മദ്രസ വിട്ട് വന്നിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. എനിക്കതാ അന്നേ കൊണ്ടുവരാൻ വരണ്ടേ പോരെ? ഓക്കെ, അപ്പം എന്താണ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. അതുവരേക്കും